Welcome everyone for this fourth class of the Bible study from the book of Romans. And I greet you and salute you in the matchless and marvelous name of our Lord and Savior Jesus Christ. I know there are pastors and many believers who joined from many different parts of the world tonight for this wonderful session. And I would like to also thank you everyone for your support and your prayers for this Bible study series that we have been conducting for the last over 2 years. Now we have started the study from the book of Romans recently, and today is the fourth class. Every week we have these classes going on Tuesday, Brisbane local time at 8 o'clock and Indian time at 3:30 p.m. So let us prayerfully join and let us prayerfully continue with the heart full of prayers and praises so that we will experience the presence of the Lord tonight. Also, I would like to introduce Pastor James John. He's a very good friend of mine. He is a musician and he has got a music ministry in India and abroad. And he has been working for the Lord for many, many years. And I would like to welcome him tonight as he is going to lead us in this worship. ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൽ വന്ദനം ചൊല്ലുകയാണ്. ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്, അവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രി ജോയിൻ ചെയ്ത ഡോക്ടർ വിജി ജോസഫ് ആൻഡ് ഫാമിലിയെ വെൽക്കം ചെയ്യുന്നു. പാസ്റ്റർ ജെയിംസ് ജോൺ, പാസ്റ്റർ ജോൺ വിശ്വാസ്, അങ്ങനെ എല്ലാ കർത്തൃദാസന്മാരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ കർത്തൃനാമത്തിൽ വന്ദനം ചൊല്ലുകയാണ്. ഈ രാത്രി നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നാം അല്പനിമിഷങ്ങൾ പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുകയാണ്. അതിനായിട്ട് ഇന്ന് രാത്രി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ ജെയിംസ് ജോൺ തോന്നിയാമല. കർത്താവിൽ പ്രസിദ്ധനായ ഒരു കർത്തൃദാസനാണ്. ഷെക്കീന മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു മ്യൂസിക് മിനിസ്ട്രി തനിക്കുണ്ട്. ലോകം എല്ലായിടത്തും അനേക ആയിരങ്ങൾ പാടി ആനന്ദിക്കുന്ന അനേക ഗാനങ്ങൾ താൻ എഴുതുകയും പാടുകയും ചെയ്തിട്ടുണ്ട്. തന്റെ മിനിസ്ട്രി ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാണ്. തന്റെ ഈ പ്രാവശ്യത്തെ ഓസ്ട്രേലിയൻ വിസിറ്റിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം ഇടയാക്കി. കർത്താവ്ദാസിനെ വെൽക്കം ചെയ്യുന്നു, ഗ്രീറ്റ് ചെയ്യുന്നു. തുടർന്നുള്ള സമയങ്ങൾ കർത്താവ്ദാസിന് വേണ്ടി കൈമാറുന്നു. പ്രാർത്ഥനയോട് ഒരുമിച്ചിരുന്ന് നമുക്ക് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം. ഓവർ ടു യു പാസ്റ്റർ ജെയിംസ് ജോൺ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പാസ്റ്റർ കേൾക്കാമല്ലേ? കേൾക്കാമല്ലോ? കേൾക്കാം പാസ്റ്റർ, കേൾക്കാം കേൾക്കാം. കീബോർഡ് കേൾക്കാമോ? കീബോർഡ് കേൾക്കാം. യെസ്. ഓ, താങ്ക് യു. വിശേഷാൽ ഇന്ന് രാത്രി നടക്കുന്ന ബൈബിൾ സ്റ്റഡിയിലേക്ക് എന്നെ ഇങ്ങനെ ക്ഷണിച്ച എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനും ഞാൻ ക്രിസ്തുവിലേറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഓസ്ട്രേലിയയിൽ എനിക്ക് ആദ്യമായി വരുവാൻ മുഖാന്തരമായി തീർന്ന കർത്താവിൻ വിൽപ്പെട്ട ദാസൻ പ്രകാശ് ജേക്കബിനെയും ദൈവസഭയും ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് കർത്താവിന് ദാസൻ നടത്തുന്ന ഈ ബൈബിൾ സ്റ്റഡി, ഞാൻ പല ബൈബിൾ സ്റ്റഡികളിൽ കയറിയിട്ടുണ്ട്. പലപ്പോഴും എന്നോട് വർഷിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ സാഹചര്യം അതിന് അനുവദിക്കുന്നതായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച എനിക്ക് ഓസ്ട്രേലിയയിൽ കടന്നു വരുവാനിടയായി. ഇങ്ങനെയൊരു സാധ്യത ദൈവം ഒരുക്കിയതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ കസിൻ ബ്രദർ ജെയ്സൺ ടി സാമുവൽ എന്ന് പറയുന്ന പ്രശസ്ത കീബോർഡിസ്റ്റിൻ്റെ ഭവനത്തിലാണ്, അദ്ദേഹത്തിൻ്റെ സൂം സെറ്റപ്പിലാണ് ഇന്ന് രാത്രി ഞങ്ങൾ വർഷിപ്പ് ചെയ്യുവാനായി ക്രമീകരണം ചെയ്തിരിക്കുന്നത്. ഈ സൂം മീറ്റിങ്ങിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വിശേഷാൽ കർത്താവിൻ്റെ ദാസനും എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വചനം പറയുന്നു, വരുവീൻ, നാം വണങ്ങി നമസ്കരിപ്പീൻ, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുവീൻ. അതേ, നമ്മുടെ രക്ഷകനും നമ്മുടെ സൃഷ്ടാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുവാൻ, കുമ്പിടുവാൻ അതേ നാം ബാധ്യസ്ഥരാണ്. ദൈവസന്നിധിയോട് അടുത്ത് വരുവാൻ ഒരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മെ കർത്താവ് തൻ്റെ രക്തം തന്ന് നമ്മെ വീണ്ടെടുത്തു, മക്കളും അവകാശികളുമാക്കി തീർത്തു. ഇവിടെ ഇരുന്ന് ഞാൻ പാടുമ്പോൾ നിങ്ങളുടെയൊക്കെ പ്ലാറ്റ്ഫോമുകൾ അൺമ്യൂട്ടാണെങ്കിലും കർത്താവിനെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ നമുക്ക് ഒന്നിച്ച് സ്തുതിക്കാം. ദാവീദ് പറഞ്ഞു, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. വളരെ ഹൃദയപൂർവ്വം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിന് ആരാധന അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.
നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. ഓ നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. ചേർന്ന് പാടാം. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ഓ യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വൻപാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. ചേർന്ന് പാടാം. വൻപാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്ദിതനാമന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്ദിതനാമന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാമേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാമേശുവേ. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. ഓ വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. എന്നെ നടത്തുന്നോൻ എന്നെന്നും കൂടുള്ളോൻ, നിൻ സ്നേഹം അഗാധമേ. എന്നെ നടത്തുന്നോൻ എന്നെന്നും കൂടുള്ളോൻ, നിൻ സ്നേഹം അഗാധമേ. എല്ലാവരും ചേർന്ന് യേശു രാജാവ്, യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാമേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി.
സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിന്, യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. ഓ സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. നാം ആരാധിക്കുന്ന ദൈവം ഉന്നതനായ ദൈവമാണ്. അവൻ ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവനാണ്, ശാശ്വതവാസിയാണ്, പരിശുദ്ധനായ ദൈവമാണ്. അതേ, ധന്യനായ ഏകാധിപതിയാണ്, രാജാതിരാജാവാണ്, കർത്താതി കർത്താവാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഇത്ര വലിയ ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച മഹാഭാഗ്യത്തെ ഓർക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്കെങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിപ്പാൻ കഴിയും? ദൈവമക്കളെ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വീണ്ടും നമുക്ക് ചില പാട്ടുകൾ കൂടി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. അതേ, തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആകാശം ചായ്ച്ചിറങ്ങി വരുന്ന ആ ദൈവത്തിൻ്റെ ആമേൻ വലിയ പ്രവൃത്തി നാം അനുഭവിച്ചിട്ടുള്ളവരാണ്. നാം ആശയറ്റവരായി തീരുമ്പോൾ, ആശ്രയമറ്റവരായി തീരുമ്പോൾ, ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന സ്ഥാനങ്ങളിൽ അതെ കൈവിടാത്തൊരു ദൈവം നമ്മെ മാറോട് ചേർത്ത് വഹിക്കുന്ന, ആമേൻ നമുക്ക് വേണ്ടി ആകാശം ചായ്ച്ചിറങ്ങി വരുന്ന, കെരൂബിനെ വാഹനമാക്കി ഇറങ്ങി വരുന്ന, അഗ്നിജാലയിൽ പ്രത്യക്ഷനാകുന്ന, കാറ്റിൻ ചിറകിന്മേൽ പറപ്പിച്ചു വരുന്ന ആമേൻ ഒരു വലിയ ദൈവം നമുക്കുണ്ട്. അവൻ നമ്മുടെ കൊമ്പുകളെ കാട്ടുപോത്തിൻ കൊമ്പുകൾ പോലെ ഉയർത്തുന്ന ദൈവമാണ്. എവിടെ നീ തകർന്നു പോകുമെന്ന് അതേ ലോകം പറഞ്ഞുവോ, എവിടെ പരാജയ ഭീതി നമ്മെ മൂടുന്ന സന്ദർഭങ്ങൾ വരുമോ, വചനം പറയുന്നു, ഞാൻ നിന്റെ കൊമ്പുകളെ കാട്ടുപോത്തിൻ കൊമ്പുകൾ പോലെ ഉയർത്തും. സ്തോത്രം, ആമേൻ. മാത്രമല്ല, എൻ്റെ ബലം നിന്റെ മേൽ പകരും, നിന്റെ ശിരസിൽ പുതിയ എണ്ണയേകി വൈരികളുടെ നടുവിൽ ഞാൻ നിന്നെ മാനിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവ് എനിക്ക് തന്ന മനോഹരമായ ഗാനമാണ് ഇനി ഞാൻ പാടാൻ പോകുന്നത്. ഞാനാകുന്നവൻ ഞാനാകുന്നല്ലോ, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ, തലമുറയായി സങ്കേതമായവൻ. മോശയോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു. മോശ കർത്താവിനോട് ചോദിച്ചു, അതേ ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി ആ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ യഹോവയായ ദൈവം മോശയെ വിളിച്ച് തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി വിളിച്ച് വേർതിരിച്ച് പല കാര്യങ്ങളവിടെ സംസാരിക്കുമ്പോൾ, അതേ ഞാൻ മിസ്രൈമിൽ ചെന്ന് എന്നെ നിൻ്റെ അടുക്കൽ അയച്ച ദൈവത്തിൻ്റെ പേരെന്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറയണമെന്ന് പറഞ്ഞപ്പോൾ മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. മോശയെ ഞാൻ നിനക്ക് വേണ്ടി മിസ്രൈമിൽ മുതൽ ചെങ്കടൽ കരയിലൂടെ ആമേൻ അക്കരനാട് എത്തുന്ന വരെ ചെയ്യുവാനിരിക്കുന്ന പല അത്ഭുതങ്ങളും വിവരിച്ചാൽ നിൻ്റെ മാനുഷിക ബുദ്ധിക്ക് അല്ലെങ്കിൽ ഈ ജനത്തിന് അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഇത്രയും പറഞ്ഞാൽ മതി, ഞാനാകുന്നവൻ ഞാനാകുന്നു, ആ ദൈവമാണ് എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചത് എന്ന് പറയുവാനിടയായി തീർന്നല്ലോ. ആ ഒരു മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം. ഞാനാകുന്നവൻ ഞാനാകുന്നല്ലോ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനും. ഞാനാകുന്നവൻ ഞാനാകുന്നല്ലോ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനും. ഓ തലമുറയായി സങ്കേതമാകും അബ്രഹാമിൻ്റെ ദൈവമായവൻ, തലമുറയായി സങ്കേതമാകും അബ്രഹാമിൻ്റെ ദൈവമായവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഓ ആരാധന അങ്ങേക്കാരാധന. ഒരിക്കലൂടെ എല്ലാവരും ചേർന്ന് ആരാധന ആരാധന
ആകാശം ചായ്ച്ചവനിറങ്ങി വരും, കെരൂബിന് വാഹനമാക്കി വരും. ആകാശം ചായ്ച്ചവനിറങ്ങി വരും, കെരൂബിന് വാഹനമാക്കി വരും. ഓ അഗ്നിയതിൽ ഞാൻ വീണിടിലും വെന്തിടാതേശു എൻ കൂടെ വരും. ആമേൻ. അഗ്നിയതിൽ ഞാൻ വീണിടിലും വെന്തിടാതേശു എൻ കൂടെ വരും. ആരാധന 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 ആരാധന. കാട്ടുപോത്തിൻ കൊമ്പുകൾ പോലെയവൻ എൻ കൊമ്പുയർത്തും ബലമരുളും. കാട്ടുപോത്തിൻ കൊമ്പുകൾ പോലെയവൻ എൻ കൊമ്പുയർത്തും ബലമരുളും. ശിരസതിൽ പുതു എണ്ണയേകും, വൈരികൾ നടുവിൽ മാനിച്ചിടും. ഓ ശിരസതിൽ പുതു എണ്ണയേകും, വൈരികൾ നടുവിൽ മാനിച്ചിടും. ആരാധന ആരാധന. ചേർന്ന് പാടാം. ആരാധന ആരാധന. എൻ്റെ യൗവനം കഴുകൻ പോൽ പുതുക്കും, എൻ വായ്ക്കു നന്മയാൽ തൃപ്തി നൽകും. എൻ്റെ യൗവനം കഴുകൻ പോൽ പുതുക്കും, എൻ വായ്ക്കു നന്മയാൽ തൃപ്തി നൽകും. കൃപയും കരുണയും അണിയിച്ചിടും, തന്റെയാൽ ദിനം പാലിച്ചിടും. ഓ കൃപയും കരുണയും അണിയിച്ചിടും, തന്റെയാൽ ദിനം വിശ്വസിക്കുന്നവർ. ഓ കൃപയും കരുണയും അണിയിച്ചിടും, തന്റെയാൽ ദിനം പാലിച്ചിടും. ആമേൻ. ശിരസാദിൽ പുതു എണ്ണയേകും, വൈരികൾ നടുവിൽ മാനിച്ചിടും. ഓ ശിരസാദിൽ പുതു എണ്ണയേകും, വൈരികൾ നടുവിൽ മാനിച്ചിടും. ആമേൻ. അഗ്നിയതിൽ ഞാൻ വീണിടിലും വെന്തിടാതേശു എൻ കൂടെ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അഗ്നിയതിൽ ഞാൻ വീണിടിലും വെന്തിടാതേശു എൻ കൂടെയുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് രാത്രി സന്തോഷമുണ്ട്? നമ്മെ നടത്തുന്ന ദൈവത്തിനൊരു നന്ദിയൊന്ന് ഉറക്കെ പറയുവാൻ കഴിയുമോ? എന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാളിലും കൂറുകിട്ടില്ല. ഒന്ന് ചേർന്ന് പാടിക്കുക എല്ലാവരും. എന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാളിലും കൂറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ. നമ്മെ നടത്തുന്ന, അതേ നമ്മെ പുലർത്തുന്ന,
നാം വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരമരുളുന്ന ആ വലിയ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ജനത്തിന് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന ഈ ബൈബിൾ സ്റ്റഡി നിമിത്തം അനേകർ വചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ, പുതിയ വെളിപ്പാടുകൾ പ്രാപിപ്പാൻ, അറിവുകൾ പ്രാപിപ്പാൻ ദൈവമിടയാക്കണം. കൂടപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ ദാസനതയും അനുഗ്രഹിക്കണമേ. നന്നായി കർത്താവെ ടീച്ച് അതെല്ലാവരെയും പഠിപ്പിക്കാനുള്ള കൃപ ദൈവം കൊടുത്താട്ടെ. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവം ഇറക്കണമേ. ഞങ്ങൾക്കെല്ലാം അത് അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. Praise the Lord. Thank you, Pastor James John, for a wonderful worship session. കർത്താവിന്റെ ദാസനോടുള്ള എല്ലാ അകമഴിഞ്ഞ നന്ദിയും ഈ സന്ധ്യാവേളയെങ്കിൽ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നല്ല പാട്ടുകൾ പാടുവാനും നമുക്ക് ഒരുമിച്ച് കർത്താവിൽ സന്തോഷിക്കുവാൻ ഇവിടെയായല്ലോ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ട് ഇന്ന് ഈ സൂമിൽ പ്രവേശിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. അവരെ പ്രത്യേകിച്ച് ഗ്രീറ്റ് ചെയ്യുന്നു. കർത്തൃദാസന്മാർ നിരവധി പേര് ഈ സൂം പ്ലാറ്റ്ഫോമിലുണ്ട്. അവരെ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്താൽ നിങ്ങളെ ഗ്രീറ്റ് ചെയ്യുന്നു. I would like to greet you, all of the pastors and all of the people who joined from all different parts of the world. Pastor John Biswas has joined from Bangladesh, and Pastor Rennie George from Bangalore, and all different pastors and servants of God. We thank you for your presence and prayers tonight. I also would like to acknowledge everyone who joined, and we have been praying for you, and you have been praying for us, and also plus this ministry. Now let us bow down our heads, and Brother Sefin Reggie will lead us in prayer with a short prayer. I would like to request Brother Sefin Reggie to pray for the conducting of the next session, the Bible study. Praise the Lord. കർത്താവേ, സ്തോത്രം, സ്തോത്രം. സ്വർഗസ്ഥനായ നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട പൊന്നു കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വൈകിയ നിമിഷത്തിനായ എൻ്റെ ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപിടം എന്നറിയിച്ചത് എൻ്റെ കർത്താവിൻ്റെ പാദപിടത്തെങ്കിൽ കർത്താവേ, ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടി വരുവാൻ കർത്താവെ, പ്രത്യേകാൽ കർത്താവെ, ഈ ബൈബിൾ ക്ലാസ്സിനോടനുബന്ധിച്ച് കർത്താവിൻ്റെ വചനം കേൾക്കുവാനുള്ള ആഗ്രഹത്തോടും വെമ്പലോടും കൂടെ കർത്താവെ, ഞങ്ങളുടെ മക്കൾക്ക് കടന്നു വരുവാൻ എൻ്റെ കർത്താവ് ഒരിക്കൽ നല്ല ഭാഗ്യ പദവിക്കും ദൈവത്തിൻ്റെ കൃപയ്ക്കും ദൈവസ്നേഹത്തിനുമായി നന്ദിയുള്ള ഹൃദയത്തോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ കർത്താവെ, ഹല്ലേലൂയ, ബൈബിൾ ക്ലാസ് എടുക്കുന്ന കർത്താവിൻ്റെ ദാസനെ തിരുസനിലേക്ക് താഴ്ത്തി സമർപ്പിക്കുകയാണ്. കർത്താവ് കൊടുത്തിരിക്കുന്ന ആഗ്രഹത്തെയും കർത്താവെ, ഹല്ലേലൂയ, പ്രാഗൽഭ്യത്തെയും ഈ നിമിഷം ഓർക്കുന്ന കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. നമ്മുടെ മാറ്റമില്ലാത്ത വചനം കർത്താവെ, ക്രൂശൻ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് കർത്താവെ, ആഴത്തിൽ നിന്ന് സംസാരിക്കുവാൻ കർത്താവെ, ആ ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് കൃപ ചെയ്യുമാറാകണം. കർത്താവെ, കടന്നു വന്ന എല്ലാ ജനത്തെയും തിരുസനിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പുണ്ട്. ആമേൻ. ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾ കേൾക്കുന്ന വചനം, പ്രിയ റോമാലേഖനത്തിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങൾ കർത്താവിൻ്റെ വചനമാണ്. ആമേൻ, സ്തോത്രം. അത് തീർച്ചയായും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുവാൻ, അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ, അത് അതിൻ്റെതായ പ്രവർത്തികളെ തികയ്ക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് കൃപ ചെയ്ത് അനുഗ്രഹിക്കുമാറാകണം. കർത്താവ്, ഞങ്ങളുടെ ഹൃദയങ്ങളെ എൻ്റെ കർത്താവ് തുറക്കുമാറാകണം. കർത്താവെ, നല്ല നിലം കണക്കെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ടും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം കൃപ ചെയ്യുമാറാകണം. കർത്താവെ, അല്പസമയം ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ നിറച്ചാട്ട് മാനം മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ തിരുനാമത്തിൽ തന്നെ. ആമേൻ. Thank you, brother. God bless you. Welcome to the fourth class from the book of Romans. റോമാലേഖനത്തിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. Last week we have gone through the first few sessions and introduction about the gospel of God, which is the Romans. And I also mentioned that the book of Romans is also called the gospel of God. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. റോമാലേഖനത്തെ ദൈവത്തിന്റെ സുവിശേഷം എന്ന നിലയിലാണ് പഠിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. റോമാലേഖനം അറിയപ്പെടുന്നത് 5ാമത്തെ സുവിശേഷ പുസ്തകം എന്ന നിലയിലാണ്. So today we will go through the question, how can we call it as the gospel of God? ഇന്ന് നമ്മൾ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം ഇതാണ്: റോമാലേഖനം ദൈവത്തിന്റെ സുവിശേഷം എന്ന് എങ്ങനെ പറയുവാനായിട്ട് കഴിയും? I don't want to find reasons with
in my own imagination, but we will have to bring the reasons from the book of Bible itself and to prove that this is how we can call the book of Romans as the gospel of God. എന്റെ തലയിൽ ഉദിക്കുന്ന ഏതെങ്കിലും ആശയം കൊണ്ട് ഈ കാരണത്താലാണ് റോമാലേഖനത്തെ ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് എന്ന് പറയാനല്ല, മറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നാം കണ്ടുപിടിക്കാൻ പോവുകയാണ് എന്തുകൊണ്ട്, എങ്ങനെ റോമാലേഖനം ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുവാനായിട്ട് കഴിയും എന്നുള്ള കാര്യം. ഒന്നാമതായി റോമാലേഖനത്തിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. First of all, in the book of Romans itself, we can see that the chapter number 1 verse 2 says, the gospel that God has promised beforehand through his prophets in the holy scriptures. വിശുദ്ധ രേഖകളിൽ എന്ന് പറഞ്ഞാൽ റോമാലേഖനം എഴുതപ്പെടുന്നതിന് മുമ്പ് ഉള്ള ന്യായപ്രമാണ പുസ്തകങ്ങളിൽ, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പ്രവാചകന്മാരിലൂടെ മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ് സുവിശേഷം. So this is one of the evidence that we can see in the book of Romans itself, where we can confirm that the book of Romans is the gospel of God because it was actually prophesied in the Holy Scripture beforehand. രണ്ടാമത്തെ reason, the second reason, how can we call it gospel of God? Because the author Paul says it is concerning Christ Jesus. പൗലോസ് പറയുന്നത് ഇതിന്റെ പ്രാരംഭത്തിൽ തന്നെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാർത്തയാണ് ഈ റോമലേഖനം എന്ന് 1-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. വേഴ്സ് നമ്പർ 1, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ന് പറഞ്ഞിട്ടാണ് റോമാലേഖനം ആരംഭിക്കുന്നത്. The book of Romans is starting with the sentence that concerning his son who was born of a descendant of David according to the flesh. ജഡപ്രകാരം ദാവീദിന് സന്തതിയായി ജനിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. So because it is, the book of Romans is all about Jesus Christ, and that's the reason we can certainly say this book of Romans is the gospel of God. The gospel of God concerning the person of the Son of God, Jesus Christ, our Lord. And our Lord Jesus Christ has two natures. One of his natures is the divine nature, and the other nature is, of course, the human nature. In other words, divinity and humanity. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള ഈ സുവിശേഷത്തിൽ അല്ലെങ്കിൽ റോമാലേഖനത്തിൽ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ചാണ് ഈ സുവിശേഷം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് 2 വ്യക്തിത്വമുള്ളതായിട്ട് നമുക്കറിയാം. 2 ദിവ്യ സ്വഭാവങ്ങളുണ്ട്. 1 തന്റെ ദൈവിക സ്വഭാവവും, 2 തന്റെ മനുഷ്യ സ്വഭാവവും, അല്ലെങ്കിൽ ദൈവത്വവും മനുഷ്യത്വവും. ഈ 2 സ്വഭാവങ്ങളും എവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്? പഴയ നിയമ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 സ്വഭാവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോമാലേഖനത്തെ നമുക്ക് ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയും. This is the reason why we can say the book of Romans is the gospel of God.
And the third reason, we see that the gospel is preached by the ones that are sent. അയക്കപ്പെട്ടവരാണ് ഈ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. ആരയച്ചു? ദൈവം അയച്ചു. ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുന്നത്. അതുകൊണ്ട് അയക്കപ്പെട്ടവർ ഇത് അറിയിക്കുന്നത് കൊണ്ട് ഇതിന് ദൈവത്തിന്റെ സുവിശേഷം എന്ന് നമുക്ക് വിളിക്കുവാനായിട്ട് കഴിയും. പൗലോസ് പറയുന്നു 3-ാമത്തെ വാക്യത്തിൽ, സുവിശേഷത്തിനായിട്ട് തന്നെ വേർതിരിച്ചു, വിളിച്ചു, അപ്പോസ്തലനാക്കി, യേശുക്രിസ്തുവിന്റെ ദാസനുമാക്കി തീർത്ത പൗലോസ്. So the third reason how we can say the book of Romans is the gospel of God is because the gospel is preached by the ones who are sent by God. In verse number 1 itself, in the English version, we can see Paul is introducing himself as the bond servant of Christ Jesus, called out as an apostle, set apart for the gospel of God. And Paul is confirming that he is an apostle whom God had called and set apart for the gospel. He considers himself as a bond servant of Christ Jesus. പൗലോസ് ഇവിടെ എന്താണ് സ്ഥിരീകരിക്കുന്നത്? പൗലോസ് സ്ഥിരീകരിക്കുന്നത് താൻ ആരാണ്? ദൈവം തന്റെ സുവിശേഷത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു അപ്പോസ്തലനാണ്. അത് മാത്രമല്ല, താൻ ക്രിസ്തുവേശുവിനായി ബന്ധിക്കപ്പെട്ട ഒരു ദാസനാണെന്ന് പൗലോസ് സ്വയം കരുതുകയും അങ്ങനെ അഭിമാനപൂർവം പറയുകയും ചെയ്യുക. And the fourth reason how we can call this epistle as the gospel of God is because the gospel is received by the called ones. വിളിക്കപ്പെട്ടവരാണ്. ആരാൽ വിളിക്കപ്പെട്ടവർ? ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് സുവിശേഷം സ്വീകരിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ ഒരു കാലത്ത് സുവിശേഷം അറിയാത്തവരായിരുന്നു. എന്നാൽ ദൈവം നമ്മെ വിളിച്ചത് കൊണ്ടാണ് ഈ സുവിശേഷം സ്വീകരിക്കുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായത്. So we were also people who were not able to know who was God and who God is, and we did not understand what gospel is. But because God had called us, we have got the marvelous opportunity to receive the gospel into our heart. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ സുവിശേഷമാണെന്ന് പറയുവാനായിട്ട് കഴിയും. 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. എല്ലാ ജാതികളിലേക്കും ഇത് പകരപ്പെടേണ്ടതാണ് സുവിശേഷം. 3-ാം വാക്യത്തിൽ പറയുന്നു, റോമിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. ആർക്കാണ് എഴുതുന്നത്? The ones who are called by God. വിശ്വാസത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവർക്കാണ് ദൈവത്തിന്റെ സുവിശേഷം ദൈവം നൽകുന്നത്. അവരാണത് ഏറ്റെടുക്കുന്നത്. What do these called ones do? They just believe. ഈ വിളിക്കപ്പെട്ടവർ സുവിശേഷം കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവർക്ക് വിശ്വാസം വരുന്നു. അവർ വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. Now, there are created ones or the created race and the called race that we can see in the Bible. സൃഷ്ടിക്കപ്പെട്ട വംശവും വിളിക്കപ്പെട്ട വംശവും നമുക്ക് 2 വംശങ്ങളെ വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഒന്ന്, സൃഷ്ടിക്കപ്പെട്ട വംശം, the race that are created by God. അടുത്തത് വിളിക്കപ്പെട്ട വംശം, the race that are called by God. The first of the created race
is Adam, as we know, but the first of the called race is Abraham in the Old Testament. സൃഷ്ടിക്കപ്പെട്ട വംശത്തിലെ ആദ്യ മനുഷ്യൻ ആരായിരുന്നു? ആദമായിരുന്നു. എന്നാൽ വിളിക്കപ്പെട്ട വംശത്തിലെ ആദ്യത്തെ മനുഷ്യൻ ആരായിരുന്നു? അത് മറ്റാരുമല്ല, അബ്രഹാമായിരുന്നു. Abraham was called by God out of the created race. Abraham is part of the called race since then. അബ്രഹാം സൃഷ്ടിക്കപ്പെട്ട വംശത്തിൽ നിന്ന് ദൈവം വിളിച്ചിറക്കിയ ഒരു മനുഷ്യനായിരുന്നു. അന്നു മുതൽ അബ്രഹാം സൃഷ്ടിക്കപ്പെട്ട വംശത്തിന്റെ അംഗമല്ല, മറിച്ച് വിളിക്കപ്പെട്ട വംശത്തിന്റെ അംഗമാണ്. As far as God is concerned, the created race had fallen into the many things and had become helpless. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കപ്പെട്ട വംശം പല കാര്യങ്ങളിലും വീണുപോയി, ഒരു പ്രതീക്ഷയോ ആശയോ ഇല്ലാത്തവരായിട്ട് അവര് അധപ്പതിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. And God also gave up the created race, but called out of them a man named Abraham, so that Abraham becomes the father of the called race. സൃഷ്ടിക്കപ്പെട്ട വംശത്തെ ദൈവം മാറ്റി നിർത്തിയിട്ട് അതിനകത്തു നിന്ന് എബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വിളിച്ചിറക്കി. അങ്ങനെ അബ്രഹാം വിളിക്കപ്പെട്ട വംശത്തിന്റെ പിതാവായി തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. We have been called out of many things. The old creation, the world, the human race, and ourselves. ദൈവം നമ്മെ ഒരുപാട് കാര്യങ്ങളിൽ നിന്നാണ് വിളിച്ച് വേർതിരിച്ചത്. പഴയ സൃഷ്ടിയിൽ നിന്ന് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു. ലോകത്തിൽ നിന്നും നമ്മെ വേർതിരിച്ചു. മനുഷ്യന്റെ പാരമ്പര്യങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വേർതിരിച്ചു. അതൊക്കെ കൂടാതെ നമ്മളിൽ നിന്ന് തന്നെ ദൈവം നമ്മെ എന്ത് ചെയ്തു? നമ്മെ വേർതിരിച്ചു. നമ്മുടെ സെൽഫിൽ നിന്ന് ദൈവം നമ്മെ വേർതിരിച്ചു, വിളിച്ചിറക്കി പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തു. After we are called, we believed. So to believe means to believe into Jesus. To believe is not simply meaning to believe that there is Jesus. To believe means to believe into Jesus. നാം വിശ്വസിക്കുന്നവരാണ്. എന്നാൽ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു ഉണ്ട് എന്ന് വിശ്വസിക്കുകയല്ല. യേശു ഉണ്ട് എന്ന് വിശ്വസിക്കുകയല്ല. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൽ നാം വിശ്വസിക്കുക എന്നാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ് യേശു എന്ന് യേശുക്രിസ്തുവിന്റെ ഡിവിനിറ്റിയിൽ, യേശുക്രിസ്തുവിന്റെ അതോറിറ്റിയിൽ, അവന്റെ ദൈവത്വത്തിൽ, അവന്റെ അധികാരത്തിൽ, അവന്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ ഒക്കെ നമ്മൾ വിശ്വസിക്കുകയാണ്. Believing is a process which requires to admit that we are hopeless, and that we can do nothing to please God with our own effort. വിശ്വസിക്കുക എന്നതിലൂടെ നാം സമ്മതിക്കുന്നത് നാം നിരാശരും നിസ്സഹായരുമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ഒന്നും ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല, കഴിയില്ല എന്നുള്ളത്. The gospel is God's gospel when it is received by the people who have been called out of everything other than God, and who have believed into the triune God and trusting in Him for what He has done, what He can do, and what He will do. സുവിശേഷം, ദൈവത്തിന്റെ സുവിശേഷമാകുന്നത് എപ്പോഴാണ്? ലോകത്തിലുള്ള എല്ലാത്തിൽ നിന്നും ഒരു വ്യക്തി, വിളിക്കപ്പെട്ട ഒരു വ്യക്തി ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവം ഇതുവരെ ചെയ്തതും ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതും
ഇനിമേലിൽ ദൈവം ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങളെ വിശ്വസിക്കുന്നവരായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സുവിശേഷമായി മാറുന്നത്. ദൈവത്തിന് സ്തോത്രം. അടുത്ത കാരണം എന്തുകൊണ്ട് ഇത് ദൈവത്തിന്റെ സുവിശേഷം, we see the next reason why this book can be called as the gospel of God, just because you read verse number 16 of chapter number 1. ഒന്നാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ സ്പഷ്ടമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവ ശക്തി ആകുന്നുവല്ലോ. The verse number 16 of chapter 1 says, the gospel is the power of God unto salvation. For I am not ashamed of the gospel, for it is the power of God for salvation to everyone who believes. വിശ്വസിക്കുന്ന ഏവർക്കും അത് ദൈവത്തിന്റെ ശക്തിയാണ്. So Paul says it is God's gospel because it is the power of God. ഇത് ദൈവത്തിന്റെ ശക്തിയായതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. In the book of Romans, salvation is a great deal. റോമാലേഖനത്തിൽ രക്ഷ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്, വലിയ അർത്ഥമുള്ള കാര്യം. Salvation not only means to save us from God's condemnation from hell. റോമാലേഖനത്തിൽ പറയുന്ന രക്ഷ എന്നത് ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നോ നരകത്തിൽ നിന്നോ നമ്മെ രക്ഷിക്കുന്ന ഒന്നു മാത്രമല്ല. റോമാലേഖനത്തിലെ രക്ഷയുടെ ഡെഫിനിഷൻ, the definition of the salvation in the book of Romans is wider than that. അതിനെക്കാട്ടിൽ വിശാലമാണ്. എന്താണ്? നമ്മെ രക്ഷിക്കുന്നത് ദൈവിക ശിക്ഷയിൽ നിന്ന് മാത്രമല്ല, നമ്മെ രക്ഷിക്കുന്നത് നമ്മുടെ സ്വഭാവ വൈകല്യങ്ങളിൽ നിന്ന്. സുവിശേഷം നമ്മെ രക്ഷിക്കുന്നു. നമ്മുടെ സ്വരൂപത്തിൽ നിന്നും നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്നും ഈ സുവിശേഷം നമ്മെ രക്ഷിക്കുന്നു. നമ്മുടെ വ്യത്യസ്തതകളിൽ നിന്നും ഭിന്നതകളിൽ നിന്നും ദൈവം സുവിശേഷത്താൽ നമ്മെ രക്ഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങളെ നൽകിക്കൊണ്ട് സുവിശേഷം നമ്മെ വ്യത്യസ്തരാക്കുന്നു. So God's gospel is the book of Romans because it is not only saving us from the condemnation of God or the final judgment of God or from the eternal hell, but also it is saving us from our natural behavior, from our selfish behavior, self-likeness, from our individualism, from our divisions, from all those kind of things. God is saving us through the gospel, and that is the reason it is the gospel of God. ഇത് ദൈവത്തിന്റെ സുവിശേഷമായിരിക്കുന്നത് ഇത് ലോകത്തിലെ സകല മാലിന്യങ്ങളിൽ നിന്നും സ്വഭാവ വ്യത്യാസങ്ങളിൽ നിന്നും സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്നും എല്ലാം നമ്മെ വിടുവിക്കുന്നതാണ് ദൈവത്തിന്റെ സുവിശേഷം. ആയതുകൊണ്ടാണ് ഈ പുസ്തകത്തെ ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. The salvation saves us and enables us to be sanctified, conformed, glorified, transformed, built up with others as the one body of Christ, and not to devise in the church life. രക്ഷ എന്ന് പറയുന്നത് നമ്മെ രക്ഷിക്കുക മാത്രമല്ല, സഭാ ജീവിതത്തിൽ ഭിന്നതയുണ്ടാകാതെ പബ്ലിക് ലൈഫിൽ പ്രൈവറ്റ് ലൈഫിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ, യേശുക്രിസ്തുവിനോട് അനുരൂപരാകുവാൻ, ഗ്ലോറിഫിക്കേഷൻ മഹത്വീകരിക്കപ്പെടുവാൻ, ട്രാൻസ്ഫോർമേഷൻ രൂപാന്തരപ്പെടുവാൻ, മറ്റുള്ള ദൈവമക്കളുമായി ഏക ശരീരം എന്ന നിലയിൽ, ദൈവസഭ എന്ന നിലയിൽ ഏക കുടുംബമായി പണിയപ്പെടുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് സുവിശേഷമാണ്. അതുകൊണ്ട്
ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്ന റോമർ 1-ാം അധ്യായത്തിൽ 16 നമ്മൾ വായിച്ചു, ദൈവത്തിന്റെ ശക്തിയാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ ശക്തി നമ്മെ എല്ലാ നിലകളിലും രൂപാന്തരപ്പെടുത്തുന്നതാണ്. The power of God is a gospel, and the power of God will transform us, will build us, will change us, sanctify us, and also it will glorify us. It will lead us and guide us. The power of the gospel of God is such a full, complete, and ultimate salvation. It is the power of God for all who believe. Praise the Lord. Hallelujah. ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ശക്തി അത്ര വലുതാണ്. നമുക്ക് ഒരു നിമിഷത്തേക്ക് രക്ഷ തന്ന്, ആത്മാവിന്റെ രക്ഷ തന്ന് മാറ്റിയിരുത്തുമല്ല. ഈ ഗോസ്പൽ, ഈ സുവിശേഷം നമ്മെ ദൈനംദിനം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം നമുക്ക് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അൾട്ടിമേറ്റ് ആയിട്ട്, ആത്യന്തികമായി നാം നിത്യതയിലെത്തുന്നത് വരെയും അതിനുവേണ്ടി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതാണ് ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയും. And we see that this is the gospel of God because the righteousness of God is revealed in this book. ദൈവത്തിന്റെ നീതി എന്താണെന്ന് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നീതി എന്താണ്? ദൈവത്തിന്റെ നീതി എന്താണ്? So why is the gospel so powerful? It is powerful because the righteousness of God is revealed. സുവിശേഷം ഇത്ര ശക്തമാകുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്നും, മറ്റുള്ള വാർത്തകളിൽ നിന്നും, മറ്റുള്ള ലേഖനങ്ങളിൽ നിന്നും, പോയങ്ങളിൽ നിന്നും, പോയട്രികളിൽ നിന്നും, സാഹിത്യ പുസ്തകങ്ങളിൽ നിന്നും ഒക്കെ സുവിശേഷം വ്യത്യസ്തമാകുന്നതും ശക്തമാകുന്നതും എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. അതുകൊണ്ടാണ് സുവിശേഷം ഇത്ര ശക്തമായിരിക്കും. So gospel is the one message where God has revealed his righteousness. We have thousands and thousands of books available in this world, thousands and messages, and every day that you come across different kinds of news in this world, but none of them has the righteousness of God. Only the gospel of God is revealing the righteousness of God. ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുന്നത് സുവിശേഷത്തിൽ കൂടെ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. According to John 3:16, which is a familiar verse for all of us, God so loved the world as he spared his son Jesus Christ, so that anyone who believes in him shall not perish but have everlasting life. 3:16 ജോൺ നമുക്കറിയാം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ സാൽവേഷൻ അല്ലെങ്കിൽ രക്ഷ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നാണ് എന്നാണ് യോഹന്നാൻ 3:16 പറയുന്നത്. John 3:16 says the salvation is out of God's love. But when you come to Ephesians chapter 2 verse 8, it says salvation is by God's grace. എന്നാൽ എഫേസ്യ ലേഖനം 2:8 വരുമ്പോൾ രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാലാണ് എന്ന് നമുക്കവിടെ വായിക്കാനാണ് കഴിയുന്നത്. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. But here in Romans chapter 1:17, Paul says that the salvation comes by the righteousness of God. ഇവിടെ റോമാലേഖനം 1:17 ദൈവത്തിന്റെ നീതിയാലാണ് രക്ഷ വരുന്നത് എന്ന് പൗലോസ് പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്താൽ എന്ന് ജോൺ 3:16, ദൈവത്തിന്റെ കൃപയാൽ എന്ന് എഫേസ്യ ലേഖനം 2:8, ദൈവത്തിന്റെ നീതിയാൽ എന്ന് റോമാലേഖനം 1:17. So God's righteousness revealed from faith to faith. We read that in chapter 1 verse 17. 1:17 നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. Praise God. So we are talking about the righteousness that
is revealed for faith, or sorry, from faith and to faith. It does not mean that God's righteousness was not existing. ദൈവത്തിന്റെ നീതി നിലവിലില്ലായിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. God's righteousness is revealed to a person when he start believing. ഒരു വ്യക്തി വിശ്വസിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ നീതി അവന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. When God's righteousness is revealed to a person, his faith will become stronger and stronger. ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തി ലഭിക്കുമ്പോൾ അവന്റെ വിശ്വാസം വീണ്ടും വീണ്ടും ശക്തിയുള്ള വിശ്വാസമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. So let me ask you this question. How much faith a person should have for the revelation of God's righteousness? ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടണമെങ്കിൽ എത്രമാത്രം വിശ്വാസം ഉണ്ടായിരിക്കണം? എത്രമാത്രം വിശ്വാസം ഉണ്ടായിരിക്കും? See, വിശ്വാസത്തിന് അളവുകളുണ്ട്. There are different stages and growth level for the faith. When you start believing, you may have a small faith, but on the way of this Christian journey, we may acquire more faith as the level of faith may grow day by day, and in an increasing and progressing manner, we can have more and more faith every day, and which is exactly what God wants us to have. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ വിശ്വാസത്തിന് വർധനമുണ്ടാകണം. നാം ആദ്യം രക്ഷിക്കപ്പെടുമ്പോൾ വലിയ വിശ്വാസം ഉണ്ടാകണമെന്നില്ല. യേശു ക്രിസ്തു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു, യേശു എന്റെ രക്ഷകനാണ്. ചെറിയ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. ആ വിശ്വാസത്തെ ദൈവം എന്ത് ചെയ്യുന്നു? നാൾക്ക് നാൾ കഴിയും തോറും അതിനെ വർദ്ധിപ്പിച്ചു തരുന്നു. ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ ശിഷ്യന്മാർ ചെന്നിട്ട് പറഞ്ഞ ഒരു റിക്വസ്റ്റ് ഉണ്ട്. കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് തരണമേ. സോ അവർക്ക് വിശ്വാസം അല്പമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തോട് പറയുകയാണ്, ഞങ്ങളുടെ വിശ്വാസത്തെ എന്ത് ചെയ്യണമേ? വർദ്ധിപ്പിക്കണമേ. So disciples are asking Jesus Jesus, Lord, help us to increase our faith. So there is a need of increasing faith. There is need of progressively increasing faith in a person's life every day. Praise the Lord. And God, Jesus Christ, said that you must have faith just like a mustard seed. ഒരു കടുകുമണിയോളം ചെറിയ തരത്തിലെങ്കിലും ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ പോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ എന്ത് ചെയ്യും? അനുസരിക്കുമെന്ന് കർത്താവ് പറയുകയുണ്ടായി. So when we start our Christian life, we may have a very little faith, and God does not reject our little faith. നമ്മുടെ ചെറിയ വിശ്വാസത്തെ ആര് തള്ളിക്കളയത്തില്ല? നമ്മുടെ കർത്താവ് തള്ളിക്കളയത്തില്ല, ഒരിക്കലും തള്ളിക്കളയത്തില്ല. തള്ളിക്കളയുമായിരുന്നെങ്കിൽ കർത്താവ് ഒരിക്കലും പറയത്തില്ലായിരുന്നു, കടുകുമണിയോളം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്ന് പറയില്ലായിരുന്നു. So Jesus never reject the little faith. If he would reject, he would not have said, you have little faith like a mustard seed. At the same time, Jesus said this, I have not found anyone in Israel with such great faith. Matthew 8:10. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ യേശു കർത്താവ് ഒരാളെ കണ്ടിട്ട് പറഞ്ഞു, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. So Jesus is talking about two different kinds of faith. രണ്ട് തരത്തിലുള്ള വിശ്വാസത്തെ കുറിച്ചാണ് യേശു പറയുന്നത്. ഒന്ന്, little faith as a mustard seed. രണ്ട്, great faith that he does not see even in Israel. ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ലാത്ത വലിയ വിശ്വാസവും ചെറിയ വിശ്വാസം. ചെറിയ വിശ്വാസമാകട്ടെ വലിയ വിശ്വാസമാകട്ടെ, God will not despair. God will not reject.
even if we have little faith or if we have great faith. Glory to God. But when we say no faith, that is something God cannot accept. നമുക്ക് വിശ്വാസം ഇല്ല എന്ന് പറയുന്നതാണ് ദൈവത്തിന് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്, സന്തോഷമില്ലാത്ത ഒരു കാര്യം. നമുക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നു. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് വിശ്വാസമില്ല എന്ന് എങ്ങനെ പറയാനായിട്ട് കഴിയും? പലപ്പോഴും നമ്മൾ പറയാനുള്ള വാക്കാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പറഞ്ഞേക്കാം. When we go through and come across things which are difficult, we might say, well, I can't believe. I can't put my faith in this because this seems to be very difficult. We all say that sometimes. But that is a challenge in our life. നമ്മൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെങ്കിൽ അത് നമ്മുടെ അവിശ്വാസത്തിന്റെ വാക്കുകളാണെന്ന് ഞാൻ പറയില്ല. അത് മാത്രം പറയാൻ പറ്റില്ല. കാരണം if we completely are not able to believe in Jesus Christ, we can't say that I don't believe in Jesus Christ. The test, we can test it like this. We can say, can we try to say, I don't believe in Jesus Christ? നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഫെയ്ത്ത് ഉണ്ടോ എന്ന് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. വലിയ പ്രതിസന്ധി വരുമ്പോൾ ഒന്ന് പറയാൻ നോക്കണം, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. It's very hard. It's very hard for you to say you don't believe in Jesus Christ if you are a child of God. No matter what kind of problems you face, no matter what kind of mountains that you face, what kind of difficulties that you go through, you cannot say that you don't believe in Jesus Christ. എത്ര വലിയ പ്രതിസന്ധി ആയിരുന്നാലും യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊരു രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് പറയാൻ വളരെ അസാധ്യമാണ്, വളരെ അസാധ്യമാണ്. അപ്പൊ അത് തന്നെ മനസ്സിലാക്കുന്നു, നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? വിശ്വാസം ഉണ്ട് എന്ന്. വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു വിശ്വാസമുള്ള വ്യക്തിക്കാണ് ദൈവം തന്റെ നീതി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരുന്നത്. Chapter 1 verse 17 says the just have life and live by faith. 1-ാം വാക്യം പറയുന്നു, എന്റെ നീതിമാൻ എന്ത് ചെയ്യും? വിശ്വാസത്താൽ ജീവിക്കും. But the righteous one will live by faith. നീതിമാൻ ജീവനുള്ളവനായിരിക്കും, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുകയും ചെയ്യും എന്നാണ് ഈ വാക്യത്തിന്റെ യഥാർത്ഥ തർജ്ജമ. In Greek word, the translation in Greek says to live and to have life. ജീവനുള്ളവനായിരിക്കുക, ജീവിക്കുക എന്നാണ് ഗ്രീക്കിൽ ഇതിനെ വിവർത്തനം ചെയ്തിരിക്കുന്നത്. The verse is a quotation from Habakkuk chapter 2 verse 4, a verse which has been quoted 3 times in New Testament. ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, മറ്റ് 2 ഇടങ്ങൾ കൂടെ ആകെ 3 തവണയാണ് ഈ വാക്യം പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. ഒന്ന് എബ്രായർ 10:38. First one is Hebrews chapter 10 verse 38. It says, according to the context, it means the just shall live by faith. എബ്രായർ ലേഖനം 10:38 കാണുന്നു, സന്ദർഭം അനുസരിച്ച് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന അർത്ഥത്തിൽ അവിടെ പ്രതിപാദിക്കുന്നു. In Galatians chapter 3 verse 11, we see that just shall have life by faith, because the context of Galatians 3 is that the law cannot give life to people of God. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതിവൃത്തം എന്ന് പറയുന്നത്, ന്യായപ്രമാണത്തിന് ഒരു വ്യക്തിക്കും ജീവൻ കൊടുക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. അവിടെയാണ് പൗലോസ് പറയുന്നത്, നീതിമാൻ വിശ്വാസത്താൽ അവൻ എന്ത് ചെയ്യും? ജീവൻ ലഭിക്കും എന്നർത്ഥമാക്കിക്കൊണ്ടാണ് ഗലാത്യ ലേഖനം 3:11 പറയുന്നത്.
റോമർ 1:17 നമ്മളിപ്പോൾ വായിച്ചത്. ജീവൻ ഉണ്ടായിരിക്കുക, ജീവിക്കുക. ടു ഹാവ് ലൈഫ് ആൻഡ് ടു ലിവ്. അതുകൊണ്ട് ഈ വാക്യത്തെ നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നീതിമാൻ ജീവൻ പ്രാപിക്കും, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. We can understand this verse 17 like this. Therefore, the just shall have life, and the just shall live by faith. The just shall have life, and just shall live by faith. നീതിമാൻ ജീവൻ പ്രാപിക്കും, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുകയും ചെയ്യും.